ഹായ് ഹലോ നമസ്കാരം. മല്ലി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അയലക്കറിയാണ്. സിമ്പിളായിട്ട് നാടൻ രീതിയിൽ മൺചട്ടിയിൽ നമ്മൾ വെക്കുന്ന ഒരു അടിപൊളി അയലക്കറിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാണെന്ന് പറഞ്ഞു വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു വാളം പുളിയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ പുളി ഇന്ന് ഊറാൻ വേണ്ടിയിട്ടാണ് അന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി 250 ഗ്രാം അയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-25 ചെറിയുള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചതാണ്. 4 പച്ചമുളക് നടുവേ കട്ട് ചെയ്ത്, മീഡിയം സൈസിലുള്ള തക്കാളി 2 കട്ട് ചെയ്ത് വെച്ചതാണ്. ചൂടായ മൺചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. ഓക്കെ. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇനി 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും ഇവിടെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണയിലായതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം നല്ലപോലെ മൂത്ത് പാകമായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചെറിയുള്ളിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് പാകമാവട്ടെ. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം പറഞ്ഞാൽ നമ്മൾ ഈ അലുമിനിയം പാത്രമോ സ്റ്റീൽ പാത്രമോ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ മൺചട്ടി ചെയ്യുമ്പോൾ മൺചട്ടി ചൂടാവാൻ കുറച്ച് താമസമാണ്. പക്ഷേ ചൂടായി കഴിഞ്ഞ് പറഞ്ഞാൽ ചൂടാറാനും കുറച്ച് താമസമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ചൂടായി കഴിഞ്ഞ് പറഞ്ഞാൽ പെട്ടെന്ന് ഫ്ലെയിം കമ്മിയായി കഴിഞ്ഞ് പറഞ്ഞാൽ അത് നോർമൽ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചതാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഏകദേശം വാടിക്കുഴയുന്ന പരുവത്തിലാവാറായിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആവും. ഓക്കെ, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടിയുടെ ചൂടാവുന്ന കേസ് ഞാൻ പറഞ്ഞില്ലേ, അത് എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, മതി, ഇത്രയും ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കട്ടെ. ഇതിപ്പോൾ ഇട്ട് കൊടുത്തല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ഒന്ന് വാടി പരിപ്പാവും. കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മതി. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നോളും, ഒന്ന് വാടിക്കുഴയും. തക്കാളിയൊക്കെ അവിടെ നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി എന്നത്തെയും പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ ആ പച്ച മണമൊന്ന് മാറണ വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. നമ്മൾ ഈ ഫ്ലെയിം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. 1 കപ്പോളം പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. പുളിവെള്ളം ഒഴിച്ച് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ എടുത്ത ഇൻഗ്രീഡിയൻ്റ് അളവ് അനുസരിച്ചാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ കല്ലുപ്പന്നെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിള വന്ന ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. കയ്യിലുകൊണ്ട് നമുക്ക് ഈ മീനിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീനൊന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് കയ്യിലിൻ്റെ ആവശ്യമില്ല. ഇനി ഇതേപോലെ നമുക്കൊരു തുണി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് ഇനിയും നമ്മൾ കയ്യിൽ കൊണ്ട് ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. മീനിന് അധികം വേഗം സമയം വേണ്ടെന്നറിയാലോ. അപ്പോൾ വെള്ളം കുറച്ച് നേരം ഒന്ന് വറ്റി കിട്ടുന്നവരേക്ക് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഇതേ ടൈമിൽ ഒരു 15 മിനിറ്റ് നേരം ഞാനിതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്.
നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മളിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴടക്കം ഇപ്പോഴും തിള വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൺചട്ടിയും മറ്റു പാത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഇവിടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നിങ്ങളും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്